പ്ലോട്ടാണ് സിനിമയുടെ റിലീസ് കഴിഞ്ഞാൽ അടുത്ത ദിവസം യൂട്യൂബിൽ റിവ്യൂസിൽ വന്നത്. ഇന്ന് ജോയിൻ ചെയ്തവര് കേറിപ്പറ്റി വിവരങ്ങൾ ശേഖരിച്ച് ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് ഫെയർ. എനിക്കത് എങ്ങനെ ഫെയർ എന്ന് വിചാരിക്കാൻ എനിക്ക് അറിയത്തില്ല. കാര്യം ഇത്രയും കഷ്ടപ്പെട്ട ഒരു പ്രൊഡ്യൂസർ, അദ്ദേഹം ഒരു കോർപ്പറേറ്റ് മേഖലയിലുള്ള ഒരാളല്ല. എന്താ സംഭവം അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. ഇന്നും കിട്ടിയില്ലേ? കിട്ടി. എന്തായിരുന്നു വിഷയം? തട്ടുകടയിലെ പ്രണയലീല. ഇൻഡിപെൻഡന്റ് ആയിട്ട് വക്കീലായിട്ട് വർക്ക് ചെയ്ത് അദ്ദേഹത്തിന്റെ ഹാർഡ് ആൻഡ് ക്യാഷ് ഇട്ട് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തു. ആ കോണ്ടന്റിന് റൈറ്റ്സ് ഉണ്ട്. അതായത് തിയേറ്ററിൽ നിൽക്കുന്ന ഒരു സിനിമയെ പറ്റി യൂട്യൂബിലെ പ്ലാറ്റ്ഫോമിലോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലോ ഇൻഫർമേഷൻ കൊടുക്കുന്ന രീതിയിൽ ഇടാൻ പാടില്ല എന്നുള്ള നിയമങ്ങളും ഉണ്ട്. കുമ്പിട്ടവരൊക്കെ ഇപ്പൊ വായ്പത്തി ചിരിക്കുക. അതിപ്പോ നിങ്ങൾ ഒരു ന്യായം നമുക്ക് കേൾക്കണ്ട. ഈ നിയമങ്ങളൊക്കെ ഉണ്ടായിട്ടും അശ്വിൻ കോക്കും ഇവരൊക്കെ ഇട്ട വീഡിയോസ് ഇപ്പോഴും യൂട്യൂബിലുണ്ട്. ആ പ്രൊട്ടക്ഷൻ എന്റെ സിനിമയോട് ആരും കാണിച്ചിട്ടില്ല. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. ഈ 2.5 ലക്ഷം അല്ല കാണാൻ. ഈ 2.5 ലക്ഷം നമ്മൾ ഇൻറ്റു 10 വെച്ചാൽ 25 lakhs ആയി. ഓക്കെ, ഈ 25 lakhs ഒരു 20% തിയേറ്ററിൽ എത്തേണ്ടതില്ലേ? ഉണ്ട്. അവരെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്. ഈ സിനിമ എന്താണെന്ന് അന്വേഷിക്കുന്നവരാണ് ഈ ബ്ലോക്ക് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ആവശ്യപ്പെട്ടു നീ പറയുന്നല്ലോ. എടാ, ഒരു പറയുമ്പോൾ ഒരു മിനിമം മര്യാദ വേണം. എന്നെ നാണം കെടുത്ത് 1 ലക്ഷം ഉലുവയോ? ഗോപാലകൃഷ്ണ, നിനക്ക് വല്ലതും പറ്റിയ? ഹേയ്, പിന്നെ എന്തിനാ നീ നിലവിളിച്ചത്? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. പോക്കിരുത്തം കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി.